everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 87th lecture on Strategic Cost and Management Accounting. This lecture is based on Business Analysis Embedded in Enterprise Performance Management, which is the 6th module in the subject Strategic Cost and Management Accounting for Semester 3 students of MCOM. In previous lecture, we were discussing about techniques for business analysis, and in this lecture, we are going to continue with the same topic, that is techniques for business analysis. ടെക്നിക്സ് ഫോർ ബിസിനസ് അനാലിസിസിൽ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇൻ ദിസ് ലെക്ചർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എബൌട്ട് പെർട്ട് ആൻഡ് സി പി എം, ആപ്ലിക്കേഷൻസ് ഓഫ് പെർട്ട് ഓർ സി പി എം ടെക്നിക്സ്. പെർട്ട് ആൻഡ് സി പി എം. ഇന്നത്തെ മോഡേൺ പ്രോജക്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിയലി കോംപ്ലിക്കേറ്റഡ്. ആൻഡ് ഈ പ്രോജക്ട്സിൻ്റെ എക്സിക്യൂഷൻ്റെ എഫിഷ്യൻസി ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിനായി സിസ്റ്റമാറ്റിക് ആൻഡ് ഇഫക്റ്റീവ് പ്ലാനിംഗ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. വാട്ട് ഡു യു മീൻ ബൈ എ പ്രോജക്റ്റ്? എ പ്രോജക്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് കോമ്പിനേഷൻ ഓഫ് ഇൻ്റർറിലേറ്റഡ് ആക്ടിവിറ്റീസ് വിച്ച് മസ്റ്റ് ബി എക്സിക്യൂട്ടഡ് ഇൻ എ സർട്ടൺ ഓർഡർ ബിഫോർ ദ എൻറ്റയർ ടാസ്ക് ക്യാൻ ബി കംപ്ലീറ്റഡ്. ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഇൻ്റർറിലേറ്റഡ് ആക്ടിവിറ്റീസ്. ഇൻ്റർറിലേറ്റഡ് ആക്ടിവിറ്റീസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ആൻഡ് ഈ ഇൻ്റർറിലേറ്റഡ് ആക്ടിവിറ്റീസ് ഒരു സർട്ടൺ ഓർഡറിലാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ബിഫോർ ദ എൻറ്റയർ ടാസ്ക് ക്യാൻ ബി കംപ്ലീറ്റഡ്. ദ ആക്ടിവിറ്റീസ് ആർ ഇൻ്റർറിലേറ്റഡ് ഇൻ എ ലോജിക്കൽ സീക്വൻസ്. അതായത് ഈ ആക്ടിവിറ്റീസ് ഇൻ്റർറിലേറ്റ് ചെയ്തിരിക്കുന്നത് ലോജിക്കൽ സീക്വൻസിലാണ്. ചില ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആകാതെ ചില ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. An activity requires time and resources for completion. ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടൈമും നീഡഡ് ആണ്, റിസോഴ്സസും നീഡഡ് ആണ്. Efficiency implies effecting the maximum possible deduction in the time required to complete the project while accounting for economic feasibility of using available resources. എഫിഷ്യൻസി എന്ന് പറയുന്നത് അവൈലബിൾ റിസോഴ്സസിൻ്റെ യൂസിങ്ങിലെ എക്കണോമിക് ഫീസിബിലിറ്റിയുടെ അക്കൗണ്ടിങ്ങിനോടൊപ്പം പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുവാൻ റിക്വയർഡായ ടൈമിൻ്റെ മാക്സിമം പോസിബിൾ ഡിഡക്ഷൻ അച്ചീവ് ചെയ്യുക എന്നതാണ്. അതായത് അവൈലബിൾ റിസോഴ്സസിൻ്റെ യൂസിങ്ങിൽ എക്കണോമിക് ഫീസിബിലിറ്റി അച്ചീവ് ചെയ്യുക ആൻഡ് ഈ എക്കണോമിക് ഫീസിബിലിറ്റിയെ അക്കൗണ്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ പ്രോജക്റ്റിൻ്റെ കംപ്ലീഷന് റിക്വയർഡായ ടൈമിൽ മാക്സിമം പോസിബിൾ ഡിഡക്ഷൻ അച്ചീവ് ചെയ്യുക. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് CPM ആൻഡ് പ്രോജക്റ്റ് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് PERT are two analytical techniques for planning, scheduling and controlling of projects. Critical path മെത്തേഡും പ്രോജക്റ്റ് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കും രണ്ട് അനലറ്റിക്കൽ ടെക്നിക്സ് ആണ്. ആൻഡ് ദീസ് ആർ യൂസ്ഡ് ഫോർ പ്ലാനിംഗ്, ഷെഡ്യൂളിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് പ്രോജക്ട്സ്. CPM was developed by Walker from EI DuPont de Numerous Company to find solution to project scheduling problems. Critical path method CPM ഡെവലപ്പ് ചെയ്തത് Walker from EI DuPont de Numerous Company, and it is to find out solution to project scheduling problems. PERT was developed by team of engineers working on Polar's missile program of US Navy. Project evaluation and review technique develop ചെയ്തത് team of engineers working on Polar's missile program of US Navy. The use of PERT and CPM techniques is made in both planning and controlling of the project. പ്രോജക്റ്റിൻ്റെ പ്ലാനിങ്ങിലും കൺട്രോളിങ്ങിലും PERT and CPM techniques യൂസ്ഫുൾ ആണ്. Planning here implies developing the overall layout of the project with the estimates of time and resources required and the detailed scheduling of the timing and sequence of various jobs to be performed. അപ്പോൾ ഇവിടെ പറയുന്ന പ്ലാനിങ്ങിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നതെന്ന് നോക്കാം. പ്രോജക്റ്റിൻ്റെ ഓവറോൾ ലേഔട്ട് ഡെവലപ്പ് ചെയ്യുക. ഓവറോൾ ലേഔട്ട് വിത്ത് എസ്റ്റിമേറ്റ്സ് ഓഫ് ടൈം ആൻഡ് റിസോഴ്സസ് റിക്വയർഡ്. പ്രോജക്റ്റിൻ്റെ കംപ്ലീഷന് നീഡഡായ ടൈമിൻ്റെയും റിസോഴ്സസിൻ്റെയും എസ്റ്റിമേറ്റ്സിനോട് കൂടിയ പ്രോജക്റ്റിൻ്റെ ഓവറോൾ ലേഔട്ട് ഡെവലപ്പ് ചെയ്യുക. ആൻഡ് പെർഫോം ചെയ്യേണ്ട വേരിയസ് ജോബ്സിൻ്റെ ടൈമിങ്ങിൻ്റെയും സീക്വൻസിൻ്റെയും ഡീറ്റെയിൽഡ് ഷെഡ്യൂളിംഗ്. ഇത്രയുമാണ് പ്ലാനിങ്ങിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ പ്ലാനിങ് ഇംപ്ലൈ ചെയ്യുന്നത്. ദ കൺട്രോൾ ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ദ വർക്ക് ഓൺ ദ പ്രോജക്റ്റ്. ദീസ് മെത്തേഡ്സ് ആർ എസെൻഷ്യലി നെറ്റ്വർക്ക് ഓറിയൻറ്റഡ് ടെക്നിക്സ്. ഈ കൺട്രോളിങ് നടക്കുന്നത് ഡ്യൂറിങ് ദ വർക്ക് ഓൺ ദി പ്രോജക്റ്റ്. ഓക്കെ, PERT ആൻഡ് CPM ഈ രണ്ട് മെത്തേഡ്സും നെറ്റ്വർക്ക് ഓറിയൻറ്റഡ് ടെക്നിക്സ് ആണ്.
PERT and CPM are basically time-oriented methods as both leads to the determination of a time schedule for the project. PERTും CPMും ബേസിക്കലി ടൈം ഓറിയൻറ്റഡ് മെത്തേഡ്സ് ആണ് ആൻഡ് ഈ രണ്ട് മെത്തേഡ്സും പ്രോജക്റ്റിൻ്റെ ടൈം ഷെഡ്യൂളിൻ്റെ ഡിറ്റർമിനേഷനിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. ദ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു അപ്രോച്ചസ് ഇസ് ദാറ്റ് PERTും CPMും തമ്മിലുള്ള ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ആണെന്ന് നോക്കാം. ദ ടൈം എസ്റ്റിമേറ്റ്സ് for the different activities in CPM were assumed to be deterministic, while in PERT these were described probabilistically. അതായത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസിനുള്ള ടൈം എസ്റ്റിമേറ്റ്സ് അസ്യൂം ചെയ്യുന്നത് ഡിറ്റർമിനിസ്റ്റിക് ആയാണ് ആൻഡ് പ്രോജക്റ്റ് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കിൽ PERTിൽ ഈ ടൈം എസ്റ്റിമേറ്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് പ്രോബബിലിസ്റ്റിക്കലി ആണ്. These techniques are generally referred to as project scheduling techniques. PERTിനെയും CPMനെയും project scheduling techniques എന്നും അറിയപ്പെടുന്നു. Next is applications of PERT or CPM techniques. PERT and CPM are well-known network analysis techniques used to assist the managers in planning and controlling the large-scale projects. Large-scale projectsനെ പ്ലാൻ ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടി മാനേജേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് അനാലിസിസ് ടെക്നിക്സ് ആണ് PERT and CPM. Apart from being large, these projects are complex involving performance of a host of tasks or jobs by several departments. ഈ പ്രോജക്റ്റ് ലാർജ് ആണ്, അതുപോലെ തന്നെ കോംപ്ലെക്സുമാണ്. ആൻഡ് ഈ പ്രോജക്റ്റിൽ ഹോസ്റ്റ് ഓഫ് ടാസ്ക് ഓർ ജോബ്സ് ബൈ സെവറൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ പെർഫോമൻസ് ഇൻവോൾവ് ആണ്. അതായത് സെവറൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഹോസ്റ്റ് ഓഫ് ടാസ്ക്സും ജോബ്സും ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. എക്സാമ്പിൾസ് ഓഫ് സച്ച് പ്രോജക്ട്സ് ആർ, ഇങ്ങനെയുള്ള പ്രോജക്ട്സിൻ്റെ എക്സാമ്പിൾസ് ആണ് കൺസ്ട്രക്ഷൻ ഓഫ് റെസിഡൻഷ്യൽ കോംപ്ലെക്സ്, ഷോപ്പിംഗ് സെൻറ്റേഴ്സ്, മൾട്ടിപ്ലെക്സസ്. Ships or aircrafts repair projects, construction of a dam or bridge or a highway. Maintenance of oil refineries, research and development of new drug or design of automobile. Satellite mission development, installation of a pipeline project. We will discuss the balance portion on PERT and CPM in the next lecture. Thank you.